ഈ മംഗലദാമിന്റെ പേര് കേരളം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം എത്തിച്ച വ്യക്തിയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലദാം. നല്ലൊരു കൈയടി. പോരാ മക്കളെ, ഇത് പോരാ. രണ്ട് വാക്ക് അദ്ദേഹത്തിന് എന്താണ് ഇത്രയും ആളുകളുടെ അവരുടെ സ്വന്തം നാട്ടുകാരെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂടി കാണുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. കേൾക്കട്ടെ? വേണ്ടേ? ഒരു 3-4 വർഷം മുന്നേ അച്ഛൻ ചായ കുടിക്കാൻ പോയപ്പോ എല്ലാവരും അവനെന്ത് ചെയ്യണം അച്ഛൻ നാണക്കടായിട്ടാണ് വീട്ടിൽ എന്ന് പറയുമ്പോ സങ്കടമായിട്ട് ഞാൻ കേട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛനും അമ്മയും പറയുമ്പോ സങ്കടപ്പെട്ടിരുന്ന് ജീവിതം തന്നെ വഴിമുട്ടി നിന്ന ഒരു ഉണ്ണിക്കണ്ണനുണ്ടായി. ഇന്ന് മംഗല ഡാമിന്റെ ഒത്താരപ്പി എന്റെ കൂട്ടുകാരെ മനസ്സും പിന്നെ എന്റെ വിജയണ്ണനും കൂടെ ഇതുവരാക്കി മംഗല ഡാമിൽ എല്ലാവരുടെയും ഒത്തൊരുമ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാരണം. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഉസ്പേത്തന്നെ അവർക്ക് കിരിയെടുത്തൊക്കെ എവിടെ വേണമെങ്കിൽ കണവർക്കണം. ആണെന്താ തളക്കിരിക്കാൻ കൂടാതെ നരച്ച വണ്ടിക്കാരൻ നരച്ചെടുത്ത് പോകുകയാണ്. അതൊക്കെ നമ്മളൊക്കെ മാറ്റി കൊണ്ട് നിന്നതാണ്. അപ്പതാന്റെ വണ്ടി വരും, അപ്പതാന്റെ അടുത്ത് പോകാൻ முடியும். நீங்க போற வழி எதிர்க்கிறதிല്ലേ? அப்ப நீங்க போற வழി കറക്റ്റ് വിചാരം சொல்றது. ഇന്ന് എനിക്ക് ഒരു കാര്യം കൂടെ പറയുന്നത്, ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് വഴിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 4ാം ക്ലാസ്സുകാർ ഉണ്ണിക്കണ്ണൻ ആലോചിച്ചാൽ മതി. സങ്കടപ്പെടുമ്പോ നിങ്ങൾ തളരുകയാണെങ്കിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അത് ദൈവത്തെ വിളിച്ച് എനർജിയായി പുഞ്ചിരിയായി നിൽക്കുമ്പോ അപ്പോ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ പോവാണ് പറഞ്ഞ എനർജിയായി നിൽക്കുക. ഈ ഇടയ്ക്ക് എന്നെ കൊണ്ട് ഒരാൾ പറഞ്ഞു രക്ഷപ്പെടില്ല എന്റെ മുഖത്ത് നോക്കിയിട്ട് 117 കിലോ വെയിറ്റ് ഉണ്ട് ഞാൻ. അച്ഛൻ മീൻ കൊണ്ടുവരുന്നുണ്ടാകുമ്പോൾ അതും കഴിച്ച് ഭക്ഷണം കഴിച്ച് 5 മണിക്ക് കഴിച്ചിട്ട് അലർന്നടിച്ചിട്ട് വേണ്ട നാളെ ഓടാൻ പോവാന്ന് പറഞ്ഞ എക്സസൈസിന് പോവാ മടിച്ച് വീട്ടിൽ 1 മണിക്കൂറും കൂടെ കിടന്ന് ലോട്ടറി പോലെ നാളെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പോയി എന്താണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇന്ന് ഉണ്ണിക്കണ്ണൻ അവിടെ നിൽക്കാൻ പറ്റിയ കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ മംഗൽ ഡാമിലും എന്നെ സഹായിച്ച എന്റെ മത്സരം പിന്നെ എന്റെ വിജയണ്ണനും മാത്രം. ഇതേപോലെ ഒരു വേദിയിൽ നിൽക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ ഇത് കിട്ടിയത് ആർക്കൊക്കെ എനിക്ക് എന്താ പറഞ്ഞ വാക്കുകളില്ല. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത ഉണ്ണിക്കണ്ണൻ മംഗൽ ഡാമിന്റെ ഉമ്മ. ഇതിലും വലിയ മോട്ടിവേഷൻ ഇനി മംഗലം ഡാമാർക്കെന്നല്ല, കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ ആർക്കും കിട്ടാനില്ല. അദ്ദേഹം അല്ലേ നമ്മുടെ സ്വന്തം ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം. ഒരു നല്ലൊരു കൈയടി കൂടെ അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹത്തിന്റെ സ്വന്തം വിജയണ്ണനെ കാണാൻ പറ്റട്ടെ, വിജയണ്ണന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി പറയാണ്ട്. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയണ്ട്. 1-ാം തീയതി രാവിലെ 5:30 ആകുമ്പോ ഞാൻ ഇവിടുന്ന് ചെന്നൈയിലേക്ക് കാൽനട യാത്ര പിന്നെ ഒരു കാര്യം ബുദ്ധിമുട്ടിക്കല്ല, ഞാൻ 3-4 വർക്ക് 5-6 വർക്ക് സിനിമ കിട്ടിയിട്ടുണ്ട്. സുമതി വളവ്, ജബു ജേക്കബ് സാറിന്റെ, ജോഷി സാറിന്റെ, തമിഴ് മാത്യുവിന്റെ, ഇതൊക്കെ 3-4 പരസ്യമുണ്ട്. ഈ കാൽനട യാത്ര ചെയ്യുമ്പോൾ ആ വർക്കും ചെയ്യും. വിനയ പോർക്കേട്ടന്റെ പടത്തിന്റെ പ്രൊമോഷനെ വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യും. എവിടെയൊക്കെ ഞാൻ നിർത്തിയോ ആ നടത്തം അവിടെ നിന്ന് തുടങ്ങി ചെന്നൈ വരെ നടന്നു പോയി വിജയണ്ണനെ കാണും. 69 പടത്തിൽ ഉണ്ടാകും. സത്യമാണ് പറയുന്നത്. ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാകണം എന്ന് കൂടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വിജയണ്ണന്റെ ഒരു പാട്ട് പാടാതെ പോകുന്നത് ശരിയല്ല. ആണോ? അല്ല. അപ്പൊ നമുക്ക് ലിയോയിൽ ഒരു പാട്ട് കേൾക്കാം. ഞാൻ റെഡി താൻ എന്ന് തുടങ്ങുന്ന പാട്ട്. പോരെ? റെഡി? ഓക്കേ.